In this part, we are going to discuss about the bilateral lesion and the general amnesic syndrome of the temporal lobe. And at first, we are going to with bilateral lesions affecting the medial temporal regions experiences severe and pervasive memory difficulties that are not transient but long-lasting, and on comparison with the memory deficit in the unilateral cases and the bilateral cases, it was found that memory deficit in bilateral cases are more profound. Then we are going to discuss about a case of HM, which means Henry Molaison, which is a famous case which has been thoroughly studied by many researchers. ഹെൻറി മൊളൈസൺ എന്ന് പറഞ്ഞ വ്യക്തി ബൈലാറ്ററൽ ഓപ്പറേഷന് വിധേയനായിരുന്നു. അപ്പം ബൈലാറ്ററൽ ഓപ്പറേഷനിൽ അദ്ദേഹത്തിൻ്റെ റിമൂവ് ചെയ്തത് മെയിനായിട്ട് മീഡിയൽ ടെമ്പോറൽ ടിഷ്യൂസ് ആണ്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയത് അമെഗ്ഡാലയും പിന്നെ ഹിപ്പോകാമ്പയുടെ ഒരു നല്ലൊരു ഭാഗം തന്നെ റിമൂവ് ചെയ്യപ്പെട്ടു. അപ്പം ഓപ്പറേഷന് ശേഷം അദ്ദേഹത്തിന് സ്റ്റേബിൾ അംനീഷ്യ ക്യാരക്ടറൈസ് ചെയ്യപ്പെട്ടു. അതിൽ തന്നെ സിവിയർ മെമ്മറി ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ഓപ്പറേഷന് ശേഷം തന്നെ അദ്ദേഹത്തിന് റെട്രോഗ്രേഡ് ആൻഡ് ആൻറ്റീരോഗ്രേഡ് അംനീഷ്യ സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ റെട്രോഗ്രേഡ് അംനീഷ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പറേഷന് ശേഷം 1-2 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. ആൻറ്റീരോഗ്രേഡ് അംനീഷ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല സിവിയർ ആയിട്ട് തന്നെ ആൻറ്റീരിയോഗ്രേഡ് അംനീഷ്യ ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു എല്ലാ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡെഫിസിറ്റിലോട്ട് വരെ ഉള്ള ഒരു സിവിയറിറ്റി ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എച്ചിൻ്റെ കാര്യത്തിലോട്ട് വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒബ്ജക്റ്റിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കാനും പഠിക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാണാനിരുന്ന വിസിറ്റേഴ്സിൻ്റെ നെയിം അതുപോലെ തന്നെ പഠിക്കാനും അദ്ദേഹത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ട്സ് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് സ്പാൻ ഓഫ് അറ്റൻഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് മെമ്മറി നോർമലായിരുന്നു. അദ്ദേഹത്തിന് ഒരു സാധാരണ വ്യക്തിക്ക് എന്തോരം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത് ആ ഒരു ലെവലിൽ തന്നെ അദ്ദേഹത്തിന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഓൾമോസ്റ്റ് 9 ഇയേഴ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് വെസ്റ്റ്ലെസ് ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കിയപ്പോൾ പ്രിസർവ്ഡ് ആയിട്ട് തന്നെ ഇരുന്നു എന്നാണ് സ്റ്റഡി കാണിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻറ്റീരിയോഗ്രേഡ് അംനീഷ്യനെ പറ്റിയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആൻറ്റീരിയോഗ്രേഡ് അംനീഷ്യ ഉണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനും അതൊക്കെ ഓർത്ത് വയ്ക്കാനും ഉള്ള ഒരു കഴിവുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം ഇദ്ദേഹം പല കാര്യങ്ങളോടുള്ള ഒരു പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് പുതിയ ഇൻഫർമേഷനും ടാസ്കും പഠിക്കാൻ പറ്റിയിരുന്നുവെന്നും ഇവിടെ പറയുന്നു. ഇനി നമ്മൾ അംനീസിക് സിൻഡ്രം വിത്ത് യൂണിലാറ്ററൽ ലീഷൻ എന്നൊരു കോൺസെപ്റ്റിലോട്ട് പോവാണ്. അപ്പം ഒരുപാട് എവിഡൻസ് ഉണ്ട് അംനീസിക് സിൻഡ്രംസ് ഒക്കെ അല്ലെ മെമ്മറി ലോസ് ഒക്കെ വരുന്ന ബൈലാറ്ററൽ ലീഷൻസ് കൊണ്ട് ആണെന്നും അതുപോലെ തന്നെ യൂണിലാറ്ററൽ ലീഷൻസ് കൊണ്ടും വരുന്നെന്ന് കുറച്ച് റിപ്പോർട്ട്സുകൾ കറൻ്റ്ലി അവൈലബിൾ ആണ്. ദെൻ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദ പെൻഫീൽഡ് ആൻഡ് മിൽനേഴ്സ് 1958 സ്റ്റഡി. പെൻഫീൽഡ് ആൻഡ് മിൽനറിൻ്റെ സ്റ്റഡിയിൽ പറയുന്നത് 2 കേസസിനെ പറ്റിയാണ്. അംനീസിക് സിൻഡ്രം, അതും യൂണിലാറ്ററൽ ആൻറ്റീരിയർ ടെമ്പറൽ ലോബക്ടമിക്ക് ശേഷമുണ്ട്. അത് നടത്തിയത് ലാംഗ്വേജിന് ഡോമിനൻ്റ് ആയിട്ടുള്ള ഹെമിസ്ഫിയറിലായിരുന്നു. അതിൽ തന്നെ ഒരു സ്റ്റഡിയിൽ അൺഎക്സ്പെക്റ്റഡ്ലി ഓപ്പോസിറ്റ് സൈഡിൽ ഹിപ്പോകാമ്പൽ റീജിയനിൽ ഒരു ലീഷൻ കണ്ടുപിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റഡ് സൈഡായിരുന്നു, ദസ് പ്രൊഡ്യൂസിങ് എ ബൈലാറ്ററൽ ലീഷൻ എന്നാണ് അവരുടെ ഒരു കൺക്ലൂഷനിലോട്ട് വരുന്നത്. ദെൻ വി ആർ ഗോയിങ് ടു ലുക്ക് ഫോർ ദ ബ്ലാഡ്വിൻ 1956 സ്റ്റഡി. ഇദ്ദേഹവും ഈ ഒരു ബൈലാറ്ററലിൻ്റെ എഫക്റ്റ് യൂണിലാറ്ററൽ
ലെഫ്റ്റ് ടെമ്പോറൽ ലോബക്ടമീസിൽ കണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കേസസ് കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ സ്റ്റഡി കുറച്ചുകൂടെ പർട്ടിക്കുലർലി പറയുന്നത് ബൈലാറ്ററൽ EEG അബ്നോർമാലിറ്റീസിനെ പറ്റിയാണ്. Then here we have Serafitinits and Falconer's study in 1962. ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു, ഇവിടെ പറയുന്ന റിപ്പോർട്ടിൽ EEG അബ്നോർമാലിറ്റീസ് ലെഫ്റ്റ് സൈഡിലുള്ളപ്പോൾ ഒരു ലെസ് സിവിയർ അമ്നേസിയാണ് റൈറ്റ് ടെമ്പോറൽ ലോബക്ടമിക്ക് ശേഷം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഫൈൻഡിങ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ ലീഷൻസിൻ്റെ ഫങ്ഷനിങ് അല്ലെ എഫക്ട്സ് യൂണിലാറ്ററൽ സർജറിയിൽ കണ്ടുവരുന്നു എന്നുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂണിലാറ്ററൽ ലീഷൻസ് അമ്നീഷ്യയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പറയപ്പെടുന്നതായിട്ടുള്ള ന്യൂറോളജിക്കൽ എവിഡൻസ് കണ്ടുവരുന്നില്ല. ദെൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കണ്ടുവരുന്ന മെമ്മറി ഡെഫിസിറ്റിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലെഫ്റ്റ് ഹിപ്പോകാമ്പൽ കണ്ടീഷനും റൈറ്റ് ആൻറ്റീരിയർ ടെമ്പോറൽ ലോബക്ടമി അല്ലെങ്കിൽ റൈറ്റ് ടെമ്പോറൽ ലോബക്ടമിയിൽ ശേഷവും വരുന്ന ഈ ഒരു കോമ്പിനേഷൻ കാരണമായിരിക്കും മെമ്മറി ഡെഫിസിറ്റ്സ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ബൈലാറ്ററൽ നേച്ചർ, അതായത് ലീഷൻസിൻ്റെ ബൈലാറ്ററൽ നേച്ചർ ഓട്ടോപ്സി വഴി കുറച്ച് കേസസിൽ കൺഫേം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. Then we are talking about the post-encephalitic amnesia. അതെന്ന് പറഞ്ഞാൽ വൈറൽ എൻസെഫാലിറ്റീസ് വന്നതിന് ശേഷം അതിന് ശേഷം അമ്നീഷ്യ ഉണ്ടാകുന്ന ഒരു കേസസിനെയാണ് പോസ്റ്റ് എൻസെഫാലിറ്റിക് അമ്നീഷ്യ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പോസ്റ്റ് എൻസെഫാലിറ്റിക് അമ്നീഷ്യ shares some features with the general amnesic syndrome. And some features are they involve gross defects in the recent memory, and they also have difficulty in registering ongoing events, and also preservation of the immediate memory. And here we are talking about typical amnesia, which involve damage to the hippocampal region, and they show a preservation of the immediate memory that we already know. And it is said that the bilateral hippocampal damage amnesiaയും ഒരു ബൈലാറ്ററൽ കോംപ്രമൈസ്, അതായത് പോസ്റ്റ് സെറിബ്രൽ ആർട്ടറീസിൽ ഉണ്ടായിട്ടുള്ള ഒരു ബൈലാറ്ററൽ കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ടായിരിക്കും ബൈലാറ്ററൽ ഹിപ്പോകാമ്പൽ ഡാമേജ് ആൻഡ് അമ്നീഷ്യ റിസൾട്ട് ആവുന്നതെന്ന് പറയുന്നു. And these memory problems can be transient or permanent. It can be both temporary or the permanent. And we are talking about some cases with unilateral vascular involvement, and it was concluded that severe memory impairment seems to be more related to the dominant hemisphere, typically the left one, and particularly the inferomedial part of the temporal lobe, including the hippocampus. ഇഞ്ചറിയുടെ കാര്യമാണ്. ഒരു കാർഡിയക് അല്ലെ റെസ്പിറേറ്ററി അറസ്റ്റിന് ശേഷം ഉണ്ടാകുന്ന ഹൈപ്പോക്സിക് ഇഞ്ചറി മേ ലീഡ് ടു ദി കോഗ്നിറ്റീവ് ലോസസ്, ആൻഡ് എ പ്രോമിനന്റ് ഫീച്ചർ ഇൻ സച്ച് കേസസ് ഇസ് ജനറൽ അമ്നീസിക് സിൻഡ്രോം. അത് ഓഫ്റ്റൻ ന്യൂറോണൽ ലോസ് ഇൻ ദി ഹിപ്പോകാമ്പസുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടതാണ്. And hypoxic injury, also known as hypoxia or hypoxemic ischemic injury, which refer to a condition where the body or a specific organ receives an insufficient supply of oxygen. This finding suggests that the bilateral lesions are common cause of amnesia. Unilateral lesions, particularly when involving the temporal lobes and the hippocampus, can also lead to the amnesic syndrome. Then we are going to talk about preserved learning in amnesia. ഇവിടെ പ്രിസർവ്ഡ് ലേണിംഗ് ഇൻ അമ്നീഷ്യയിൽ പറയുന്നത് എല്ലാ കംപ്ലീറ്റ് മെമ്മറി ഫങ്ഷൻസ് ഒരു അമ്നീഷ്യ വന്നാൽ നഷ്ടപ്പെടുന്നില്ല. ഒരു കോർക്കിൻ്റെ 1965-1968 വർക്ക്സിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ മോട്ടോ ലേണിംഗ് ഇൻടാക്റ്റ് ആയിരിക്കും ഏത് കേസസിൽ അമ്നീഷ്യ വിച്ച് ഫോളോസ് സം ബൈലാറ്ററൽ ലീഷൻസ്, അല്ലെ ബൈലാറ്ററൽ ലീഷൻസിന് ശേഷം വന്ന അമ്നീഷ്യ ആണെങ്കിൽ അവിടെ മോട്ടോ ലേണിംഗ് പ്രിസർവ്ഡ് ആയിരിക്കും എന്ന് പറയുന്നു. ചില ടാസ്ക്സ് എന്താണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മോട്ടോർ കമ്പോണൻസ് ഇല്ലെങ്കിൽ പോലും ചില ടാസ്ക് പ്രിസർവ്ഡ് ആയിരിക്കും എന്നും ഈ കോർക്കിൻസിൻ്റെ സ്റ്റഡിയിൽ പറയുന്നു. ദെൻ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അമ്നീഷ്യ, ഓൾസോ നോൺ ആസ് TGA. നമ്മൾ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് അപ്പ് ടു ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് TGA.
ഈ ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനീഷ്യ എന്നുള്ള ടേം കൊണ്ടുവന്നത് ഫിഷർ ആൻഡ് ആഡംസ് ആണ്. In 1958 and 1964, and they formalized its recognition as a distinct medical condition. The prior description of this condition were provided by Bender in 1956 and Guillotat and Corgeron in 1956. ഇപ്പോൾ ഫിഷർ ആൻഡ് ആഡംസിൻ്റെ കേസ് അവർ എടുത്ത കേസ് ഈ ഒരു ട്രാൻസിയൻറ്റ് ഗ്ലോബൽ അംനീഷ്യയുടെ ഹിസ്റ്ററിയിൽ ഒരു ക്രൂഷ്യൽ റോള് തന്നെ വഹിച്ചിട്ടുണ്ട്. അതായത് TGനെ പ്രോപ്പർലി ഡിഫൈൻ ചെയ്യാൻ അവരുടെ ആ ഒരു കേസിന് ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. Then the clinical characteristics of TGA. We are going to talk about the characteristics of TGA episodes. ഒരു TGA എപ്പിസോഡിന് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു പേഷ്യൻറ്റ് മാർക്ക്ഡ് കൺഫ്യൂഷൻസ് എക്സ്പീരിയൻസ് ചെയ്യും along with the disorientation which is characterized by repetitive questions. മാർക്ക്ഡ് ആയിട്ടുള്ള കൺഫ്യൂഷനും ഡിസോറിയൻറ്റേഷനും അവർ ചോദിക്കുന്ന മൾട്ടിപ്പിൾ അല്ലെ റിക്കറൻറ്റ് അല്ലെ റിപ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് മനസ്സിലാവും. നോട്ടബിളി individuals with the TGA exhibit a total inability to create new memories during the episodes. ഈ TGA വന്ന ടൈമിൽ അവർക്ക് പ്രോപ്പർലി അവർക്ക് മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ ഇന്നബിലിറ്റി ആണ്. കംപ്ലീറ്റ്ലി അവർക്ക് ഒരു മെമ്മറീസും ആ ഒരു TGA എപ്പിസോഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. TGയുടെ ഒരു കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ റെട്രോഗ്രേഡ് അംനീഷ്യ തന്നെയാണെന്ന് പറയുന്നത്. അവർക്ക് ഇവൻറ്റ്സ് റീകോൾ ചെയ്യാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ട് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഒരു എപ്പിസോഡ്സിന് ദിവസങ്ങളോ മാസങ്ങളോ ഈവൻ ഇയേഴ്സ് ബിഫോറിലെ കാര്യങ്ങൾ വരെ അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ബൈ ദി എൻഡിലോട്ട് നോക്കുകയാണെങ്കിൽ കൺഫ്യൂഷനും ആൻറ്റീരിയോഗ്രേഡ് അംനീഷ്യയും ഗ്രാജുവലി ക്ലിയർ ആകുമ്പോൾ റെട്രോഗ്രേഡ് അംനീഷ്യയുടെ ലെവലും കുറയും, ഓഫ്റ്റൻ ലീവിങ് ഓൺലി ദി എപ്പിസോഡ് ഇറ്റ്സെൽഫ് അൺറീകോൾഡ്. ദെൻ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് വരുവാണെങ്കിൽ ന്യൂറോളജിക്കൽ സയൻസിൻ്റെ ആബ്സെൻസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ ഒരു മോസ്റ്റ് TGA കേസസിൽ ഒരു അക്കമ്പനിങ് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ സയൻസോ സിംറ്റംസോ ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ബാക്കി കണ്ടീഷനുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം എന്ന് പറയുന്നു. പിന്നെ ബെനിഗ്നൻ നേച്ചർ ഓഫ് ദി TGA ആണ്. TGA കൺസിഡർ ചെയ്യപ്പെടുന്ന തന്നെ ഒരു ബെനിഗ്നൻ കണ്ടീഷനായിട്ട് തന്നെയാണ്. ഇവിടെ സ്ട്രോക്കിനോ അല്ലെങ്കിൽ വേറെ വാസ്കുലർ പ്രോബ്ലംസിനോ പ്രത്യേകമായിട്ടുള്ളൊരു റിസ്ക്കും അല്ലെ ഒരു ഇൻക്രീസ്ഡ് റിസ്ക് കാണപ്പെടുന്നില്ല. അത് സ്റ്റഡീസിലും അല്ല പലവിധ എക്സാമിനേഷൻസിൽ നിന്നും ഉള്ളൊരു കൺക്ലൂഷനാണ്. പിന്നെ ഏജ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് TGA കൂടുതലും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിലാണ് TGA കണ്ടുവരുന്നത് അല്ലെ ഒബ്സർവ് ചെയ്യപ്പെടുന്നത്. ഒരു TGA എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അതൊരു 4 to 8 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. എന്നാൽ പോലും അതിലൊരു വേരിയേഷന് പോസിബിലിറ്റി ഉണ്ടെന്ന് ആണ് ഇവിടെ പറയുന്നത്. TGയുടെ എപ്പിസോഡ്സിനെ പറ്റി തന്നെ പറയുമ്പോൾ ഇതൊരു സിംഗിൾ ഇവൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കാം. ബട്ട് അതേസമയം ഒരു മൾട്ടിപ്പിൾ ടൈംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈംസ് എന്നും പറയപ്പെടുന്നു. ഇനി TGയുടെയും മൈഗ്രെയിനും തമ്മിലുള്ള ഒരു അസോസിയേഷനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ ഒരു സ്ട്രോങ് കണക്ഷൻ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. മൈഗ്രെയിൻസ് ഉള്ള ആൾക്കാരിൽ TGA കണ്ടുവരുന്നു അല്ല ഒരുപാട് കണ്ടുവരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ TGയുടെ ട്രിഗർ തന്നെ മൈഗ്രെയിൻ്റെ ഇൻഡ്യൂസേഴ്സുമായിട്ട് അലൈൻ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നു. പിന്നെ TGയ്ക്ക് തന്നെ പല വേരിയേഷൻസ് ഉണ്ടെന്ന് പറയുന്നു. TGA ഫോർ എക്സാമ്പിൾ some TGAs can involve primarily verbal memory impairments. ചിലതിൽ കംപ്ലീറ്റ്ലി നോൺ വെർബൽ ആയിട്ടുള്ള മെമ്മറി ആയിരിക്കും റിലേറ്റീവ്ലി ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ഓപ്പോസിറ്റ് വൈസ് വേഴ്സ there are also possibilities. പിന്നെ വേരിയബിലിറ്റി ഇൻ ദ പ്രസൻറ്റേഷൻ. ചില പേഷ്യൻസിൽ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള അല്ലെ സ്പെസിഫിക് ഫോം ഓഫ് ട്രാൻസിയൻ്റ് മെമ്മറി ഡിഫിക്കൽറ്റി ആയിരിക്കും. അത് പ്രിസൈസ്ലി TGയുടെ അല്ലെ പാർഷ്യൽ അംനീഷ്യയുടെ ക്രൈറ്റീരിയയുമായിട്ട് അലൈൻ ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല എന്നും ഇവിടെ പറയുന്നു. And we are going to talk about the transient topographical amnesia, which is another distinct variation of that TGA, and transient autobiographic amnesia, which is characterized by the ictal, bilateral, temporal, and parietal hypoperfusion on SPECT scan and can occur without the underlying psychiatric disorder.
And we are going to talk about TGA and the associated factors. Various factors are linked to the TGA and TGA. TGA episodes can be എന്താണ് ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ട് ഈ ടി ജി ട്രിഗേർഡ് ആകപ്പെടാം. വിച്ച് ഇൻക്ലൂഡ്സ് ഇമോഷൻ ഇൻ ദ എക്സ്ട്രീം ടെമ്പറേച്ചർ, ഭയങ്കരമായിട്ട് ഹോട്ട് അല്ല ഭയങ്കരമായിട്ട് കോൾഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ തന്നെ ഇമേഴ്സ്ഡ് ആയിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എൻ ട്രിഗർ ഫോർ ദ ടി ജി എപ്പിസോഡ്സ്. And during the sexual intercourse and highly emotional ആയിട്ടുള്ള എക്സ്പീരിയൻസസിലൂടെ പോകുമ്പോഴും ടി ജി ട്രിഗേർഡ് ആയിപ്പെടാം. സോ ദീസ് three things act as, and not only these things but primarily these things could act as a trigger for the TG episodes. Additionally, ടി ജിക്ക് പല അസോസിയേഷനും പല പത്തോളജിക്കൽ കണ്ടീഷനുമായിട്ട് കാണപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ മൈൽഡ് ഹെഡ് ട്രോമ, ഹൈഡ്രോസെഫാലസ് ആൻഡ് സെറിബ്രൽ ട്രോമേഴ്സുമായിട്ട് ടി ജിക്കൊരു അസോസിയേഷൻ ഉണ്ടെന്നും ഇവിടെ കാണപ്പെടുന്നു. വെർട്ടബ്രൽ ആൻജിയോഗ്രഫി അല്ലെങ്കിൽ അതുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിൽ ശേഷം ടി ജെ ഒക്കെ ചെയ്യപ്പെടുന്നു എന്നുള്ള സ്റ്റഡീസും അവൈലബിൾ ആണ്. And we are going to discuss about the etiological debates, theories regarding the TJ causes. ഇതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് എന്ന് പറയുകയാണെങ്കിൽ ടെമ്പററി ഇഷീമിയ പോസ്റ്റ് സെറിബ്രൽ ആർട്ടറിയിൽ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ടി ജെ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അതേസമയം തന്നെ ഇതിനൊരു ഓൾട്ടർനേറ്റിംഗ് വ്യൂ ഉണ്ട്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ സെറിബ്രൽ ഫ്രീഷ്യസുമായിട്ടാണ് ടി ജെ അസോസിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. Then we are going to talk about the EEG findings. പല പേഷ്യൻസിനും, അതായത് ടി ജി ഉള്ള പല പേഷ്യൻസിലും ഇ ജി അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഫെയിലിയേഴ്സിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദർ ആർ സം ഇൻസ്റ്റൻസസ് ഇ ജി മെഷർ ചെയ്യുന്ന ടൈമിൽ തന്നെ പേഷ്യൻസ് ടി ജി എപ്പിസോഡ്സിലൂടെ കടന്നു പോകുന്ന ടൈമിൽ ഇ ജി അബ്നോർമാലിറ്റീസ് ഒന്നും കാണപ്പെട്ടില്ല. ഇ ജി കംപ്ലീറ്റ്ലി നോർമലായിട്ട് തന്നെയായിരുന്നു നിന്നിരുന്നെന്നുള്ള ചില ഇൻസ്റ്റൻസസും അവൈലബിൾ ആണ്. Thus, they concluded that the EEG may not consistently reflect the underlying pathophysiology. Then we are going to talk about the SPECT examination support. ടി ജി എപ്പിസോഡിന് പാരലായിട്ടും ടി ജി എപ്പിസോഡിന് ശേഷവും സ്പെക്ട് എക്സാമിനേഷൻ നടത്തിയപ്പോൾ അവരുടെ ഒരു വാസ്കുലാർ ബേസിസിനുള്ള സ്ട്രോങ് എവിഡൻസ് കിട്ടിയില്ല, സ്ട്രോങ് സപ്പോർട്ട് കിട്ടിയെന്നാണ് പറയുന്നത്. ടെമ്പററി ഹൈപ്പർഫ്യൂഷൻ പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയുടെ ടെറിട്ടറിക്ക് പല ഭാഗങ്ങളിലായിട്ടുണ്ടാകുമ്പോൾ ഈ ഒരു ടി ജി ഒബ്സർവ് ചെയ്യപ്പെട്ടു എന്നും അതേസമയം ആ ഒരു ലെവൽ ഓഫ് പെർഫ്യൂഷൻ നോർമൽ ആകുമ്പോൾ മെമ്മറി റിട്ടേൺ ചെയ്യപ്പെടുന്നു എന്നും കാണപ്പെടുന്നു അല്ലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് അത് ഇവിടെ ഹിപ്പോക്യാമ്പലിൻ്റെ ഒരു റോളിനെ പറ്റി ഇവിടെ പറയുന്നു. അതായത് മെമ്മറി റിലേറ്റഡ് ഫങ്ഷൻസിൽ ഹിപ്പോക്യാമ്പലിന് ഓബിയസ്ലി ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ തന്നെ പല എക്സെപ്ഷണൽ ആയിട്ടുള്ള കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള കേസസ് ഉണ്ട്. ഹൈപ്പോഫ്യൂഷൻ പാറ്റേൺ ഡിഫർ ഫ്രം ടിപ്പിക്കൽ വാസ്കുലർ ഹൈപ്പോത്തസിസ്. പിന്നെ കറണ്ട് ആയിട്ട് വന്നിട്ടുള്ള ഈ ടെക്സ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന MRI സ്റ്റഡീസ് സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് ഹൈപ്പോത്തസിസ് റിലേറ്റഡ് ടു ദ സ്പ്രെഡിങ് ഓഫ് ഡിപ്രഷൻ എന്നുള്ളൊരു കാര്യമാണ്. And we are going to talk about the neuropsychological testing, role of TJ in memory recess. ഈ ടി സിയുടെ യൂണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് കാരണം തന്നെ ഇതൊരു സിഗ്നിഫിക്കൻ്റ് അറ്റൻഷൻ നേടുകയും ഇതിനെ ഒരു ന്യൂറൽ ബേസിസ്, മെമ്മറിയുടെ ഒരു ന്യൂറൽ ബേസിസ് ഫംഗ്ഷൻ പഠിക്കാൻ വേണ്ടിയുള്ളൊരു ടൂളായിട്ടും കണ്ടുവരുന്നു എന്ന് പറയുന്നു. Then we are going to talk about the preservation of the immediate memory. സിവിയർ ആൻറ്റിരോഗ്രേഡ് അംനീഷ്യ എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളൊരു കാര്യത്തെ തന്നെയാണ് ഇവിടെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇവിടെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ടി ജി എപ്പിസോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരലായിട്ട് ഇമീഡിയറ്റ് മെമ്മറി ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ജനറൽ ആൻറ്റിരോഗ്രേഡ് അംനീഷ്യ ഇൻ ടി ജി.
ഇവിടെ ഒരു ടീച്ചർ എക്സ്പീരിയൻസിന് ശേഷം ആൻറ്റീരിയൽ ആൻഡ് റിട്രോഗ്രേഡ് അംനീഷ്യ ഉണ്ടാവും. ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ മെമ്മറിനെ അഫക്റ്റ് ചെയ്യും. നോൺ വെർബൽ മെമ്മറി ചില കേസുകളിൽ റിക്കവർ ചെയ്യപ്പെടാം വെർബൽ മെമ്മറിനേക്കാളും ഫാസ്റ്റ്ലി. പിന്നെ ഇവിടെ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സെമാൻറ്റിക് മെമ്മറിയുടെ പ്രിസർവേഷനാണ്. അതായത് എപ്പിസോഡിക് മെമ്മറി നല്ല സിവിയർ ആയിട്ട് ഇമ്പയർഡ് ആയിപ്പെട്ടാലും ചില കേസുകളിൽ സെമാൻറ്റിക് മെമ്മറി കംപ്ലീറ്റ്ലി പ്രിസർവ്ഡ് ആയിട്ട് നിൽക്കപ്പെടുന്ന ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഹിയർ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ വേരിയബിലിറ്റി ഇൻ ദ റെട്രോഗ്രേഡ് അംനീഷ്യ. റെട്രോഗ്രേഡ് അംനീഷ്യയുടെ എക്സ്റ്റെൻറ്റും ഡ്യൂറേഷനും TJയിൽ വേരി ചെയ്യാം. ക്യാൻ റേഞ്ച് ഫ്രം ഡേ ഓർ ടു സെവറൽ ഇയേഴ്സ് വരെ വേരി ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. അതേസമയം TJ എപ്പിസോഡിന് ശേഷം റെട്രോഗ്രേഡ് അംനീഷ്യ ഗ്രാജുവലി അല്ല ടിപ്പിക്കലി ഡിമിനിഷ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ റാപ്പിഡ് പേസ്. And some individual may retain a gap of a day or two. ചില 1-2 ദിവസത്തിൻ്റെ ഒരു മറവി ഉണ്ടാവാം. അതേസമയം പ്യുവർ ആയിട്ടുള്ള റെട്രോഗ്രേഡ് അംനീഷ്യയുടെ കേസസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇവിടെ പറയുന്നു. Then here we are going to talk about the preservation of the cognitive functions. Even though memory is primarily affected, other cognitive functions such as language, problem solving and visual abilities are generally preserved. However, ഇവിടെയും കുറച്ച് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്യുന്നു ചില സ്പെസിഫിക് ആയിട്ടുള്ള കോഗ്നേറ്റീവ് ഡെഫിസിറ്റ്സ്, അതായത് കോപ്പിയിങ് ഓഫ് കോംപ്ലെക്സ് ഫിഗേഴ്സ്, അതുപോലെ തന്നെ കോൺഫ്രണ്ടേഷൻ നെയിമിങ്, അങ്ങനത്തെ കുറച്ച് കോഗ്നേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസിൽ ഇവിടെ ഒരു സ്പെസിഫിക് കോഗ്നേറ്റീവ് ഡെഫിസിറ്റ് കാണപ്പെടുന്നു എന്നും പറയുന്നു. Then we are going to talk about the recovery and the prognosis. Here we are going to check the clinical versus actual recovery duration. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആയിട്ടുള്ള റിക്കവറി ഉണ്ടെന്ന് പറഞ്ഞാലും ഫോളോ അപ്പ് ടെസ്റ്റിംഗ് റിവീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ടുള്ള റെസ്റ്റോറേഷനെ പറ്റിയാണ് ഇതിൻ്റെ മെമ്മറി ഫംഗ്ഷൻ്റെ. പിന്നെ റെസിഡ്യൂവൽ മെമ്മറി വീക്ക്നെസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ എ ന്യൂ ലേണിംഗ് ഡെഫിസിറ്റ് മേ പെർസിസ്റ്റ് ഫോർ മന്ത്സ് ആഫ്റ്റർ ദ TJ എപ്പിസോഡ്. ഈ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്ത് തന്നെ റിക്കവറി ഡൈനാമിക്സും വേരി ചെയ്യാമെന്ന് പറയുന്നു. ദെൻ ബെനിഗ്നിൻ നേച്ചർ ഓഫ് ദ TJനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂഷ്വലി ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ബെനിഗ്നിൻ കണ്ടീഷൻ. മൾട്ടിപ്പിൾ എപ്പിസോഡിന് ശേഷം ഒരു മൈനർ ഡെഫിസിറ്റ് ഉണ്ടാകുമെന്നും ഇവിടെ പറയുന്നു. അതേസമയം ചില ഇൻഡിവിജ്വൽസിന് TJ എപ്പിസോഡിന് ശേഷം ഒരു മെമ്മറി ഡെഫിസിറ്റ്സും കണ്ടുവരുന്നില്ല എന്നും പറയുന്നു. And we have a limited data on other psychological functions. And here we are going to talk about the differential diagnosis, which we use to distinguish TJ from hysterical or dissociative amnesia. TJ has a potential to bear a superficial resemblance to the hysterical or the dissociative amnesia or the fugue. However, ഈ എപ്പിസോഡ് വിറ്റ്നസ് ചെയ്യുന്ന ടൈമിലും റിലയബിൾ ആയിട്ടുള്ള ഒബ്സേഴ്സ് ഉള്ള റിപ്പോർട്ട്സിലും ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ടിപ്പിക്കലി സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അഡ്യൂസ് സ്പെസിഫിക് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആസ് സ്ട്രെസ്ഡ് ബൈ കാപ്ലൻ ഇൻ 1968. Then here we are going to talk about the whiplash amnesia. Whiplash amnesia എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ട്രാൻസിയന്റ് അംനീഷ്യ, ടെമ്പററി അംനീഷ്യയാണ്. It has all features of the episodes of TJ or the transient global amnesia. വിപ്ലാഷൻ, അതായത് നെക്കിലുണ്ടാകുന്ന വിപ്ലാഷൻ ഇഞ്ചുറിക്ക് ശേഷമാണ് യൂഷ്വലി വിപ്ലാഷ് അംനീഷ്യ കണ്ടുവരുന്നത്. ആൻഡ് കൂടുതലും ഇത് മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നും പറയുന്നു. ഈ ഒരു വിപ്ലാഷ് അംനീഷ്യ ട്രാൻസിയൻ്റ് ആണെങ്കിലും ഇതിൻ്റെ റിക്കവറി ഇൻഡിവിജ്വൽസിനെ ബേസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ വേരി ചെയ്യുന്നു എന്നും ഇവിടെ പറയുന്നു. ആൻഡ് വിപ്ലാഷ് അംനീഷ്യക്ക് ഒരു കംപ്ലീറ്റ് റിക്കവറി പോസിബിൾ ആണ്.
അത് ഒരു നല്ലൊരു വേരിയേഷൻ ഓഫ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് അല്ലെ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ അതിനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു എന്നും പറയുന്നു. And there are so many cases about the whiplash amnesia. In such cases, studies conducted by the Fisher in 1982b and Hofstede and Jurt in 1985, Matthias and Guillou et al. in 1985 have explored this whiplash amnesia phenomena. And a case is described by the Walsh in 1994, which highlights the detailed examination revealed that the major recovery but the significant residual difficulties. Here we are going to talk about the vertebrobasilar insufficiency, also known as aka VBI. So what can lead to the transient brainstem vascular insufficiency? Obviously, atherosclerosis affecting the posterior circulation, which includes the vertebral, basilar and the posterior cerebral arteries, can often lead to the transient brainstem vascular insufficiency. So here we are going to highlight the atherosclerosis which affect the posterior circulation. Adil vertebral, basilar and the posterior cerebral arteries are included. Common symptoms എന്ന് പറയുവാണെങ്കിൽ vertebral and cerebral functions ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആണ്. ഈ ഒരു കേസസിലെ ഹൈ സെറിബ്രൽ ഫങ്ഷൻസിന് അല്ല പൊട്ടൻഷ്യൽ ഹൈ സെറിബ്രൽ ഫങ്ഷൻസിന് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു അറ്റൻഷനാണ് സയൻറ്റിസ്റ്റ് റിസർച്ചസ് നൽകിയിട്ടുള്ളത്. അപ്പം റീസെൻറ്റ് സ്റ്റഡീസിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ VBI എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൽ കോഗ്നിറ്റീവ് ഇഷ്യൂസും കണ്ടുവരുന്നു എന്ന് പറയുന്നു. ഈ ഒരു കോഗ്നിറ്റീവ് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിച്ച് ഇൻക്ലൂഡ് ഫൊർഗെറ്റ്ഫുൾനെസ്, കോൺസെൻട്രേഷൻ ഇല്ലാതെ ഒരവസ്ഥ അല്ലെ പോർ കോൺസെൻട്രേഷൻ ആൻഡ് ഒക്കേഷണൽ എപ്പിസോഡ്സ് ഓഫ് TGA itself, its presence itself is a cognitive deficit എന്നാണ് ഇവിടെ പറയുന്നത്. And there are two small studies conducted by Donan et al. In 1978 and Ponsford et al. In 1980, which suggest that individuals with a chronic VBI may exhibit mild memory problems characterized as axial amnesia. Here we are going to discuss about the neuropsychological characteristics of hippocampal amnesia. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ജനറൽ അംനീഷ്യ, അതായത് ലീഷൻ ബ്രെയിൻ്റെ പല ഭാഗത്തുള്ള ലീഷൻസ് ഉണ്ടായതിനു ശേഷം വന്ന ജനറൽ അംനീഷ്യക്കൊക്കെ ഒരു കോമൺ ഫീച്ചർ ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ ഒരു ഷെയർഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു പ്രിസർവ്ഡ് ഇമ്മീഡിയറ്റ് മെമ്മറി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, പോസ്റ്റ് സ്പോണ്ടേനിയസ് റീകോൾ ഉണ്ടാവും, റിലേറ്റീവ്ലി ബെറ്റർ റെക്കഗ്നീഷൻ ഓഫ് ദ മെമ്മറിയും ഉണ്ടാവും. ഹൗവർ ഈ ഒരു സ്പെസിഫിക് ലോക്കലൈസേഷൻ അല്ലെ ലൊക്കേഷൻ ഈ ബ്രെയിൻ ലീഷന് വിച്ച് ക്യാൻ ഇൻട്രൊഡ്യൂസ് എ ജനറൽ ഡിസ്റ്റൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ടു അംനീഷ്യ. ആൻഡ് ഈ ഒരു ഡിസ്റ്റൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആ ഒരു ഒബ്വിയസ്ലി ആ ഒരു ലീഷൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് തന്നെ ആയിരിക്കും. And which can lead to the classification of different amnesic syndromes, or at the very least discernible subtypes ലോട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം with the broader amnesic syndrome എന്നാണ് ഇവിടെ പറയുന്നത്. And we are going to talk about the amygdala lesions and the cognition. പേഷ്യൻസിൽ ഈ ഒരു അമിഗ്ഡാല ലീഷൻസ് മാത്രം ഐസൊലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഭയങ്കര റെയർ ആണ്. ഇറ്റ്സ് ഈസ് സപ്പോർട്ടഡ് ബൈ ദ സ്റ്റഡീസ് ഓഫ് കേസസ് ലൈക്ക് ബച്ചാറ ഇറ്റ് ഓൾ ഇൻ 1995, Angrilli et al. In 1996 and Scott et al. In 1997. And അവൈലബിൾ ആയിട്ടുള്ള കേസസ് സജസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ അമിഗ്ഡാല ഇമോഷണൽ പ്രോസസ്സിങ്ങിന് ഒബ്വിയസ്ലി നല്ലൊരു സിഗ്നിഫിക്കൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്, സ്പെസിഫിക്കലി ലിങ്കിങ് സെൻസറി ഇൻഫർമേഷൻ ടു ഇമോഷണലി റിലവൻറ്റ് ബിഹേവിയർ such as particularly responses to fear and anger. A comparison of condition response, which includes visual or the oral, shows a double dissociation between lesions involving the amygdala and the hippocampal region.
സോ ഇവിടെ പറയുന്നു പറഞ്ഞാൽ ഒരു കമ്പാരിസൺ ഓഫ് കണ്ടീഷനിങ് റെസ്പോൺസ് നോക്കുമ്പോൾ അവിടെ എന്താണ് ഈ അമിഗ്ഡാല ആൻഡ് ഹിപ്പോകാമ്പൽ റീജിയൻസിലുള്ള ലീഷൻസിന് ഒരു ഡബിൾ ഡിസോസിയേഷൻ കണ്ടുവരുന്നു എന്നും പറയുന്നു. പിന്നെ അമിഗ്ഡാല ഇംപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്ന കണ്ടീഷണൽ ലേണിങ്ങിലാണ്, ബട്ട് എപ്പിസോഡിക് മെമ്മറിയിലല്ല. അമിഗ്ഡാല ലീഷൻസിൻ്റെ പ്രസൻസിലും നോർമൽ ഓട്ടോണോമിക് റെസ്പോൺസസ് പ്രസൻസ് കണ്ടീഷൻ്റെ സ്റ്റിമുലീസിനോട് ഒക്കോ ചെയ്യപ്പെടും എന്നിവിടെ പറയുന്നുണ്ട്. ആൻഡ് ബെച്ചാര 1995 സ്റ്റഡിയിലെ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സെൻസറി അഫക്റ്റീവ് അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അമിഗ്ഡാല എസെൻഷ്യലാണ്, ഈവൻ റിഗാർഡ്ലെസ് ഓഫ് ദ പ്രസൻറ്റേഷൻ മൊഡാലിറ്റീസ്. ആൻഡ് ഇവിടെ പറയുന്ന വേറൊരു ക്രിട്ടിക്കൽ റോൾ എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റൽ ആൻഡ് ഡിസ്ക്രീറ്റ് ക്യൂസ് വിത്ത് അഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അസോസിയേഷന് അമിഗ്ഡാല ക്രിട്ടിക്കലാണ്. വേറാസ് ഹിപ്പോകാമ്പൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ എന്ന് പറയുമ്പോൾ കോണ്ടെക്സ്റ്റൽ ക്യൂസിൻ്റെ ഒരു റിലേഷൻ ലേൺ ചെയ്യാൻ വേണ്ടിയാണ് ഹിപ്പോകാമ്പസ് മേജർ റോള് വഹിക്കുന്നത്. യൂണിലാറ്ററൽ റൈറ്റ് അമിഗ്ഡാല ലീഷൻസ് deficiency in contralateral startle response, recognition of the facial emotion and facial സംബന്ധമായിട്ടുള്ള പല ഗസ്റ്റേഴ്സിൽ ഒരു ഡെഫിഷ്യൻസീസ് ഈ ഒരു യൂണിലാറ്ററൽ റൈറ്റ് അമിഗ്ഡാല ലീഷൻസ് റിസൾട്ട് ചെയ്യപ്പെടും എന്ന് പറയുന്നു. And this could lead to the hypothesis that amygdala may play a role in learning socially relevant stimuli. Thus, I conclude my second part of the presentation of the seminar. Thank you.